അപ്പം ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഏപ്രിൽ മന്തിലെ എല്ലാ ഗിഫ്റ്റ്സും മെയ് മന്തിലെ എല്ലാ ഗിഫ്റ്റ്സും കാണിക്കാൻ പോവാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. ഫസ്റ്റ് വിന്നറിന് വേണ്ടിയുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കവായ് ക്യൂട്ടായിട്ടുള്ള ഒരു നല്ലൊരു ബാഗാണ്. അപ്പോൾ ഇത് സ്കൂൾ ബാഗായിട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജേർണിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സോഫ്റ്റാണ്, നല്ല മെറ്റീരിയലുമാണ്, നല്ലൊരു ബാഗാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വിന്നറിന് വേണ്ടി ഞാൻ ഇത് ഈ എല്ലാ ഗിഫ്റ്റ് മെയിൻ ഗിഫ്റ്റ് കൂടാതെ അതിനോട് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത് മെയിൻ ഗിഫ്റ്റുകളാണ് കാണിക്കുന്നത്. ഇതാണ് നല്ല സൂപ്പർ ബാഗാണ്. ഇത് മേടിച്ച് വെച്ചിട്ട് കുറേ നാൾ, പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ടും പല പല മറ്റ് ഗിഫ്റ്റുകൾ വരാത്തതുകൊണ്ടാണ് അയക്കാൻ. അപ്പം ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം പാക്ക് ചെയ്യുക, കൊറിയർ ചെയ്യുക, ഇതൊക്കെ പരിപാടികളാണ്. നിങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് എത്തിക്കോളും, കിട്ടിയവരുടെ എല്ലാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഞാൻ വളരെ സ്നേഹത്തോടെ വളരെ ഹാപ്പി ആയിട്ട് മേടിച്ചൊരു സാധനമാണ്. ഇനി സെക്കൻഡ് ഗിഫ്റ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ്. നല്ല സൂപ്പറായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേർണലിങ്ങിൻ്റെ ഒരു ഡയറിയാണ്. നല്ല സൂപ്പറായിട്ടുള്ള ഡയറി കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡാണ്. അപ്പം ഇതിൻ്റെ പ്രിൻറ്റും ഇതിൻ്റെ നിങ്ങൾക്ക് ജേർണലിങ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തേർഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് ക്യൂട്ടായിട്ടുള്ള കവായ് സ്റ്റിക്കേഴ്സിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഇനി 4, 5 നിങ്ങൾ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ഫോർത്ത് ഗിഫ്റ്റ്. ഫോർത്ത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്യൂട്ട് പൗച്ചാണ്, ഒരു കവായ് പിങ്കി ടൈപ്പ് പൗച്ചാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്. അപ്പം ഇത് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അകത്ത് നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ തുറക്കാതെ, അപ്പോൾ സ്കൂളിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ടാണ് അതുപോലത്തെ ഗിഫ്റ്റ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്പേസുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. ഞാൻ വിചാരിച്ചു ഇത് വലിയ മിഷനിൽ നിന്ന് വന്ന് കോളോ ആവുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇങ്ങനെ മുകളിലും ഉണ്ട്, ഇതിൻ്റെ അടിയിലും ഒരെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ സിബ് എല്ലാത്തിനെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്. പിന്നെ ഇനി കൊറിയറിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ വിടുമ്പോൾ ചിലപ്പോൾ കൊറിയറുകാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനെല്ലാം ചെക്ക് ചെയ്തിട്ട് സൂക്ഷിച്ച് ഇതുവരെ ഗിഫ്റ്റ് ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്ക് ആർക്കൊന്നും പ്രശ്നമില്ലെന്ന് അറിയാം. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ സിബൊക്കെ നല്ല സൂപ്പറാണ്, നല്ല ക്യൂട്ടാണ്. അപ്പം ഇതിലേതെങ്കിലും ഗിഫ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ ഏതെങ്കിലും ഗിഫ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് വിന്നറിന് വേണ്ടി ഞാൻ മേടിച്ചൊരു സ്ലിംഗ് ബാഗാണ്. ഞാൻ ഇതൊരു മേടിച്ചിട്ടില്ലാത്ത സാധനം കേട്ടോ. അപ്പോൾ സ്ലിംഗ് ബാഗ് എന്ന് പറയുന്നത് ഇത് പൗച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ബാഗിൻ്റെ നമ്മുടെ ഈ വള്ളി എടുത്ത് കളഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രാപ്പ് എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബാഗ്, കുഞ്ഞ് സ്ട്രാപ്പുണ്ട്, വലിയ സ്ട്രാപ്പുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് വലിയ സ്ട്രാപ്പ് ഊരി എടുക്കാവുന്ന മറ്റാണ് സ്ലിംഗ് ബാഗാണ്. ഇതിൻ്റെ സിബ് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ഒരു എസ്തറ്റിക് ടൈപ്പിലൊരു സ്ലിംഗ് ബാഗാണ് ഫോർത്ത് വിന്നർ. ഇത് രണ്ടും വരാൻ കുറച്ച് താമസിച്ചുകൊണ്ടാണ് ഇതുവരെ ഗിഫ്റ്റിൻ്റെ കാണിക്കായിരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, അതാണ് ഇത് ബാക്ക് ടു സ്കൂൾ ഗിവ് ആയിട്ട് കിട്ടുന്നത്. ഇത് എന്താണോ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ചേർന്ന സ്റ്റേഷനറി ഐറ്റമാണ്. 2-3 സാധനങ്ങളൊരു സ്കെയില്, പെൻസില്, എറേസർ, ഷാർപ്നർ, ഇങ്ങനെ ഒരു കിറ്റ് ടൈപ്പ് കിട്ടിയതാണ്. ബോക്സ് ഇതെല്ലാം കൂടെ കിട്ടിയതാണ്. ഒരു എനിക്കൊന്ന് യൂണിക്കോണാണ്, ഒരു ക്യൂട്ടായിട്ട് യൂണിക്കോൺ, ഒരു വെറൈറ്റി യൂണിക്കോൺ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കളർ പെൻസിൽ പോലെയും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരു സെറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത്. അപ്പം ഞാൻ തുറന്നു നോക്കിയെന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഈ ഗിവ് അവേ ഗിഫ്റ്റായിട്ട് ഒരാൾക്ക് കൊടുക്കാം, അത് ഒരാൾക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇത്രയാണ് മെയിൻ ഈ മന്തിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കുറച്ച് കുഞ്ഞു അല്ലാതെ ചില്ലറ സാധനങ്ങളും കാണുക കേട്ടോ. ഇത്രയും മാത്രമല്ല കേട്ടോ. ഈ ഫസ്റ്റ് 4 ഗിഫ്റ്റ് പറഞ്ഞില്ല, അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും ആഡ് ചെയ്യാറുണ്ട്, അതുപോലെ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് പാർട്ടിസിപ്പേഷൻ. അറിയാമല്ലോ, മെയ് മന്തിൽ ഓൾറെഡി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കല്ല മെയ് മന്തിലേക്കുള്ളത്. എല്ലാ റൂൾസും നിങ്ങൾക്ക് അറിയുന്ന, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെയ് മന്തിലേക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റുകളെന്ന് പറയുന്നത് അതുകൂടെ കാണിക്കുകയാണ്. ഇതൊന്നും എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. ഞാൻ കാണിച്ച സാധനം മെയ് മന്തിലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഏപ്രിലേ മെയ്യിലൊന്നും എക്സ്ചേഞ്ച് ഒന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിലർ മെസ്സേജ് ഇത് മാറ്റാവോ ചേച്ചി, ഇതെനിക്ക് മറ്റേ തരാം, അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. ഓൾറെഡി ഞാൻ കാണിച്ചല്ലേ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യമല്ല ബാഗ് ഐറ്റംസാണ് മേടിച്ചത്. ഇതൊരു സ്ലിംഗ് ബാഗാണ്, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്ലിംഗ് ബാഗാണ്. ഇപ്പോൾ എല്ലാവർക്കും ഫാഷനിലായി ഇതുപോലത്തെ സ്ലിംഗ് ബാഗുകൾ. അപ്പോൾ ഞാൻ വൈറ്റാണ് മേടിച്ചത്. എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട്, വേറെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വൈറ്റ് മേടിച്ചെന്നേ ഉള്ളൂ. നല്ല നമ്മുടെ കുഞ്ഞു സാധനങ്ങളൊക്കെ പോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ എല്ലാവരും വലിയ ബാഗിനൊക്കെ പണ്ടൊക്കെ ആയിരുന്നു വലിയ ആന ബാഗൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ വലിയ ആന ബാഗ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന്
വരും നല്ലൊരു ക്യൂട്ടായിട്ട് സ്ലിംഗ് ബാഗ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സാധനം കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇനി സെക്കൻഡ് ഗിഫ്റ്റ് നമ്മൾ കണ്ടിച്ചാൽ ഇതെല്ലാം ഇന്നലെ ഞാൻ വന്ന പക്ഷേ വയ്യാത്തതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നതാണ്. ഈ വീഡിയോ ഫുൾ ഷെയർ ചെയ്യണം കേട്ടോ, മറ്റുള്ള കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ, അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഡിസൈഡ് ചെയ്തില്ല, ഇതൊക്കെ ഞാൻ പിന്നെ ഡിസൈഡ് ചെയ്തോളൂ ആർക്കൊക്കെ എന്താണ്. ഇത് ഗിഫ്റ്റ് കാണിക്കുന്നുള്ളൂ, ഇതെല്ലാം മെയ്മന്തി കൊടുക്കാൻ ഉദ്ദേശിച്ച ഗിഫ്റ്റുകളാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഒരു കിറ്റ് പോലെയാണ്. ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനൊന്നും മെയ്മന്തിയിൽ ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ അത് ഞാൻ സ്വയം മനസ്സിലാക്കി മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഒരു ഡിസിഷൻ എടുത്തോളൂ. ഇപ്പം നിങ്ങളെ കാണിച്ചെന്ന് മേടിച്ചപ്പോൾ ആദ്യമേ കാണിച്ചേക്കാമെന്ന് വെച്ചു, അതുകൊണ്ട് കാണിക്കുക. ഇത് കുറേ സാധനങ്ങൾ പെൻസിലും പേനയും കീ ചെയിനും ഉണ്ട്, പിന്നെ ഒരു നല്ല ബുക്ക്ലെറ്റ് ടൈപ്പ് ഒരു ഇത് എന്താ പറയുക, നമ്മുടെ ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ ബുക്കുകളില്ലേ വരയ്ക്കാൻ, ഡ്രോയിങ് ബുക്ക്, പെയിൻറ്റിങ് ബുക്ക്, അതുപോലത്തെ ഇത് ഒരു അസ്ട്രോണറ്റിൻ്റെ ടൈപ്പുള്ള ഇമേജുകളാണ് എല്ലാം കേട്ടോ. അതിനകത്ത് കുറേ നിങ്ങൾ പല ഷെയ്ഡുകൾ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പലതരത്തിലുള്ള ക്യൂട്ട് പേന, പെൻസില്, പിന്നെന്താ സ്കെയില്, അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ സാധനങ്ങളായിരുന്നു ഒരു കിറ്റാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഇതൊക്കെ തള്ളിപ്പിടിക്കാതെ ഇവിടെ എത്തുമെന്ന് സംശയമായിരുന്നു, പക്ഷേ ഇതായാലും നല്ലതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാം കാണിക്കാം. ഇങ്ങനെയൊക്കെ 2-3 കുറേ പെൻസിൽസ് ഉണ്ട്, പിന്നെ പേനയുണ്ട്, പലതരത്തിലുള്ള യൂണിക്കോണിൻ്റെ ഉണ്ട്, എല്ലാം കൂടി മിക്സഡായിട്ടാണ് ഇത് കിട്ടിയത് എനിക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് പല സ്കൂളിലൊക്കെ പോകുമ്പോൾ പലതരത്തിൽ പല ദിവസങ്ങളിൽ പല സാധനങ്ങൾ പുതിയത് കൊണ്ട് നമുക്ക് കൂട്ടുകാരെയൊക്കെ ഒന്ന് സർപ്രൈസ് ആക്കണ്ടേ, അവരൊന്ന് കാണിട്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഹൈലൈറ്റർ, പിന്നെ ഇതുണ്ട്, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതൊക്കെ ഈ പേനകളും പെൻസിലും ഒക്കെ പണ്ടൊന്നും എൻ്റെ സമയത്തൊന്നും ഞാൻ കണ്ടിട്ട് പോലും. ഇപ്പം എന്തെല്ലാം ക്യൂട്ട് പേന, ഒരു ക്യൂട്ടായിട്ടൊരു കീ ചെയിനുണ്ട് ഇതിനകത്ത്. അതുകൂടാതെ ഈ നമ്മുടെ ഇതില്ലേ സ്റ്റിക്കി നോട്ട് ടൈപ്പ്, നമ്മൾ നോട്ടായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ ഉണ്ട് കുറേ. ഇതും യൂണിക്കോണിൻ്റെ ഈ ഇമേജുള്ളതാണ് ഈ കീച്ച. അതാണ് ഞാൻ പറഞ്ഞത് മിക്സായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം കൂടെ കേട്ടോ. യൂണിക്കോണും ഉണ്ട്, ആസ്ട്രോണറ്റും ഉണ്ട്, എല്ലാം കൂടെ മിക്സാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെയാണ് കണ്ടോ. ഈ കീച്ചൻ കണ്ടപ്പോൾ നല്ല ക്യൂട്ടാണ്. ഒരു എന്താണ് ബിലീവെന്നോ അങ്ങനെ കണ്ട് എഴുതിയിരിക്കും അതിനകത്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് ആരും ഇങ്ങനെ മെസ്സേജ് അയക്കില്ല, ചേച്ചി ഇതെനിക്ക് തരാമോ, ചേച്ചി എനിക്ക്, ഞാൻ റൂൾസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അതിനനുസരിച്ച് തന്നോളൂ. പിന്നെ ഒരു ഗിഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് ഞാൻ ചെയ്തില്ല, ഞാൻ ഓൾറെഡി തീരുമാനിച്ച് അതുപോലെ തന്നെ അയക്കത്തുള്ളൂ. കാരണം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കില്ലേ. അപ്പോൾ നമുക്ക് എനിക്ക് അത് തരാം ഇത് തരാമെന്ന് അങ്ങനെ ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾ ലക്കിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട്. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാവരും കിട്ടാത്തവർ തന്നെയാണ്. പല ചാനലുകളിൽ നിങ്ങൾ പോയി മെസ്സേജ് അയക്കുന്നു കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി, എൻ്റെ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും കേട്ടോ. കുറച്ച് 2-3 ഇങ്ങനെ നോട്ട്സ് എഴുതാണ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ 2 ഉണ്ട്, 2 മഞ്ഞ തന്നെയാണ് തോന്നുന്നു കേട്ടോ. അപ്പം പിന്നെ കണ്ടത് ലാസ്റ്റായിട്ട് പിന്നെ കണ്ടത് ഒരു കുഞ്ഞായിട്ടൊരു നോട്ട്, ഇത് തുറക്കുന്നില്ല, എനിക്കൊന്നും ഒരു ഡയറി ടൈപ്പാണെന്ന് തോന്നുന്നു, ഞാൻ തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കിറ്റായിട്ടാണ് ഇതിനകത്ത് വന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കുമോ അതോ വിരിച്ചു കൊടുക്കുമോ, അതൊക്കെ എൻ്റെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണ് മെയ് മന്തിലേക്ക് മേടിച്ച ഗിഫ്റ്റുകളാണ് മേടിക്കുക. അത് എപ്പോഴാണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്ത്, ഞാൻ ആദ്യമേ മേടിച്ചെന്നേ ഉള്ളൂ. കാരണം എപ്പോഴും മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പോൾ ആദ്യം അങ്ങ് മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞ ഈ 4th ഉം 5th ഉം ഗിഫ്റ്റ് വരാൻ താമസിച്ചുകൊണ്ടാണ് 1st, 2nd, 3rd ഒന്നും ഞാൻ ഇതുവരെ അയക്കാതിരുന്നത്. അപ്പോൾ ലേറ്റ് ആയില്ലേ, ഓൾറെഡി 15 അതുകൊണ്ടാണ്. ഇത് ഞാൻ ചുമ്മാ എനിക്ക് വേണ്ടി മേടിച്ചതാണ്, കുറച്ച് ക്രേപ്പ് പേപ്പറില്ലേ, കുറേ നാളായിട്ട് മേടിച്ചത്. ഇന്നാളെ ഞാൻ കാണിച്ചില്ലേ, ഫസ്റ്റ് കണ്ടില്ല എന്നാൽ ബാക്ക് ടു സ്കൂൾ ഗീവ് വേഡ്, അതുപോലെ ഒരു പാക്കറ്റ് കൊണ്ട് മേടിച്ചിട്ട് അതും മെയ് മന്തിലേക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ക്യൂട്ടാണ്, അത് പൊട്ടിക്കുന്നില്ല ഞാൻ കേട്ടോ. പിന്നെ അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാണ്. അത് മിക്കവാറും ഞാൻ 1st, 2nd കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 2 സ്ലിംഗ് ബാഗുകളാണ്. ഇതൊരു ക്യൂട്ടാണ്, വളരെ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള നല്ല സോഫ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല സാധനമാണ് കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പിൽ ഒരു റൗണ്ട് ടൈപ്പിലെ ഒരു സ്ലിംഗ് ബാഗാണ്. നിങ്ങൾ കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലോണം കൊണ്ടുപോകാനോ എടുക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ഉള്ളവരല്ലല്ലോ, ഇതുപോലത്തെ വെറൈറ്റി ബാഗുകളൊക്കെ ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷേ നിങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇതിനകത്ത് കുറേ സാധനങ്ങൾ നിറച്ച് വെച്ചിരിക്കുക, ഇങ്ങനെ ഗുമ്പാരം പോലെ ആക്കിയിരിക്കുക. അപ്പോൾ ഞാൻ തുറക്കുന്നൊന്നുമില്ല, നല്ലതാണ്, സിബ് ശരിയാണ്, അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ കാണിക്കുന്നില്ല. ഇത് ഇനി ഒരു സാധനമാണ്, അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തന്ന കളർ എനിക്ക് അറിയത്തില്ല ഇഷ്ടപ്പെട്ടാന്ന്, പക്ഷേ എനിക്കിതിൻ്റെ സാധനം ഭയങ്കര ഇഷ്ടം. നല്ല സൂപ്പർ ക്യൂട്ടായിട്ടൊരു ബാഗാണ്. ഇതും ഒരു സ്ലിംഗ് ബാഗ് ടൈപ്പാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇതുണ്ട്, ഈ ചെയിനാണ് ഇതിൻ്റെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ പിടിക്കുക. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇതിനകത്തുനിന്ന് സിബ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് വന്ന ഗിഫ്റ്റ്. ഇനി അടുത്ത കുറച്ച് ചില്ലറ ഗിഫ്റ്റുകൾ ഫസ്റ്റും ഈ ഏപ്രിൽ മന്തിൽ ആൾക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഓൾറെഡി ഞാൻ മെയ് മന്തിലേക്ക് മേടിച്ച സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എക്സ്ട്രാ കുഞ്ഞു സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് ഈ ഗിവ് അവേ ആൾക്കാരുടെ കൂടെ ചേക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കീ ചെയിനുകൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കളറില്ലേ, ഈ പേസ്റ്റൽ
പേസ്റ്റൽ ഷെയ്ഡ്സ് അത് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അത് ഞാൻ പിന്നെ ഏതെങ്കിലും അവസരത്തിൽ ഞാൻ പറയുമ്പോൾ അത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗിഫ്റ്റുകളെന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇതൊക്കെ എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ഗിഫ്റ്റുകളുടെ കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് മേടിച്ച് വെച്ച സാധനങ്ങളെ കാണിച്ചേക്കുന്നത്. അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാരുടെ എൻ്റെ ലോങ് വീഡിയോസ് എല്ലാം നല്ല റീച്ച് എത്തുമ്പോൾ മാത്രമേ ഞാൻ ഗിവ് എനിക്ക് കൊടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ പിന്നെ ലാസ്റ്റ് പ്രാവശ്യം കിട്ടിയ എല്ലാ ഗിവ് വേക്കാരും കമൻറ്റ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ നിങ്ങളുടെ പുതിയ ആൾക്കാർക്ക് ഗിവ് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു റൂൾസ്. അപ്പോൾ എനിക്ക് സങ്കടം വരും, പുതിയ ആൾക്കാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമില്ലേ, നിങ്ങൾക്ക് കിട്ടിയതുപോലെ മറ്റുള്ളവർക്ക് കിട്ടും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഗിവ് കിട്ടി ഇനി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കില്ല, ഗിവ് വേ കിട്ടിയാലും നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ പുതിയ ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗിവ് കിട്ടട്ടെ. ബൈ, മറക്കല്ലേ. ബൈ 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 ബൈ.